ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളെ 18 സബ്സ്ക്രൈബർ അടിച്ച്, അത് മാത്രം 18 അടിച്ച് ഈ 2 സബ്സ്ക്രൈബർ ആരിലൊന്ന് ഒപ്പിച്ചെന്നാൽ മതി. എങ്ങനെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ച് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അത് മാത്രമല്ല ഇവിടുത്തെ വിഷയം, 100 ലൈക്ക് അടിച്ച് ഗൈസ്. അതും പോട്ടെ, നമുക്ക് 610 വ്യൂസ് അടിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ 610 വ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 500ന്റെ സെലിബ്രേഷൻ നടത്താൻ പോവുകയാണ്. വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ഞാനെങ്കിൽ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനെങ്കിൽ പാട്ട് കയറ്റി തരുന്നതായും. അത് മാത്രമേ സെലിബ്രേഷൻ, വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ഇപ്പോൾ സെലിബ്രേഷൻ നടത്തുവാണെങ്കിൽ നിങ്ങൾ 10K എങ്കിലും വേണം. അതിപ്പെങ്ങും ആകത്തില്ല, ഒരു 10-20 വർഷമെങ്കിലും വേണം. അപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് എൻ്റെ പാട്ട് നോക്കിയാൽ പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആവുമെന്ന്. നിങ്ങൾ ഇപ്പഴേ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മൾ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. പക്ഷെ എങ്ങനെയാണ് സെലിബ്രേഷൻ? നല്ല സെലിബ്രേഷൻ അല്ലായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഞാനെങ്കിൽ വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം. 18 മുതൽ 24 ഏജസ് ഏജ് എന്നാണ് പറഞ്ഞ. മെയില് കാണുന്നുണ്ട്. മെയിലാണ് എല്ലാവരും കണ്ടത്, ഫീമെയിൽ ഇല്ല, വേറെ ആരും ഇല്ല. ഇന്ത്യൻ ഏറ്റവും കൂടുതൽ കേട്ടോ. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള തായ്ലൻഡുകാർ കണ്ടിട്ടുണ്ട്. തായ്ലൻഡുകാർ 3 പേര് കണ്ടിട്ടുണ്ട്. 3% ഓഫ് തായ്ലൻഡുകാർ വേറെ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ മനസാക്ഷിയുള്ളവരാണ്. അതുകൊണ്ട് ലൈക്ക് ഇട്ടിട്ട് അങ്ങ് പോകും. കുറേ എണ്ണന്മാരിന്ന് കുറേ ഏറ്റവും കൂടുതൽ മനസ്സുള്ളവരിങ്ങനെ സബ്സ്ക്രൈബും ചെയ്യും, ലൈക്കും ചെയ്യും, ഷെയർ ചെയ്തും കൊടുക്കുകയും ചെയ്യും. മാക്സിമം സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ഒപ്പിച്ച് തരികയും ചെയ്യും. കുറേ ആളുകളുണ്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് കാണും, സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, ഡിസ്ലൈക്ക് ഇട്ടിട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ കാണുകയും ചെയ്യും, ഒരിതും ഇല്ലാതെ. അമ്മാരുടെ ചാനൽ എങ്ങനെയും എനിക്കൊന്ന് ചാനൽ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അമ്മാരെ ഇട്ട് ഞാൻ കൊടുക്കും. ഞാൻ ഏറെ കേട്ടാണ്. എന്തായാലും വരുമല്ലോ, എപ്പോഴൊക്കെ ഞാൻ കാണിക്കാം. എന്തായാലും 1K അടുത്തായി. 1K അടിച്ചൊന്നുമില്ലെങ്കിൽ 400 വ്യൂസ് എങ്ങനെ അടിക്കും? 490. അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ 1K വ്യൂസ് അടിക്കും. നമ്മുടെ പുള്ളിക്ക്, നമ്മുടെ റെയിൽ ബ്ലോഗ്സിന് എത്ര ആയിരുന്നു നോക്കട്ടെ. 12K അടിച്ചെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, നോക്കണം. ലൈബ്രറി എന്തിനാടാ പോകുന്നത്? എവിടെ സബ്സ്ക്രിപ്ഷൻ? എടാ, എൻ്റെ ആണല്ലോ എന്താണ് എടുത്ത് വെക്കുന്നത്? എവിടെയാണ് ഇവിടെ? ഇതല്ല റെയിൽ ബ്ലോഗ്സ്. ഇതിന് എത്ര കാണും നോക്കിയേക്കാം. ഇവൻ എപ്പോഴും ജോയിൻ ചെയ്ത കേട്ടോ. അവന് ഞാൻ 12 ഇതാണ് 17. ഇവന് 77 സബ്സ്ക്രൈബറേ ഉള്ളു. അതെന്താ 77 സബ്സ്ക്രൈബർ ഉള്ളാത്ത? ഈ കാണുന്ന ഈ ഉള്ളൊന്നും എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് ഇന്നാ മതി കേട്ടോ. നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് കേട്ടോ. ഇതിനകത്ത് കമ്മ്യൂണിറ്റി ഒക്കെ വരും കേട്ടോ ഗൈസ്.
അപ്പം ഇതിനകത്തായിരിക്കും കംപ്ലീറ്റ് വരുന്നത്. ഇത് ഞാൻ ടാബിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും പറ്റത്തില്ല. നോക്കണം, വിശ്വാസം ഇല്ലെങ്കിൽ നോക്ക്. റെക്കോർഡ് അല്ലെങ്കിൽ ഗോ ലൈവ്. എങ്കിൽ ഗോ ലൈവ് എങ്കിൽ വെക്കാന്ന് വെച്ചാലോ, കാണിച്ചു തരാം. ഇവിടെ ഒന്നും ലാഗ് അടിക്കാൻ കണ്ടോ ഗൈസ്, നമ്മള് ഇതൊന്നും ചെയ്യുന്നില്ല. കണ്ടോ, അപ്പൊ നമ്മള് കമ്മ്യൂണിറ്റി മൊത്തം ഇതിനകത്തായിരിക്കും വരുന്നത്, നമ്മുടെ റെയിൽ ബ്ലോഗ്സ്. അല്ലെങ്കിൽ നമുക്കൊരു വേറെ സെക്കൻഡ് അക്കൗണ്ട്സ് തുടങ്ങാന്ന് വെച്ചാൽ ഇവൻ എന്തായാലും സമ്മതിക്കും, അത് വേറെ കാര്യം. ഇവനെ എന്നെ ഇട്ട് പിടിച്ചോണ്ടിരിക്കുവാണ്, ഇതിനകത്തോട്ടിടുന്നും പറഞ്ഞ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലേ. എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ, എനിക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് അറിയത്തില്ല. നിങ്ങളാണെങ്കിൽ ബിജുകുമാർ എന്നൊന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് അതിനകത്ത് നിന്നാണ് സെക്കൻഡ് അക്കൗണ്ട്. കമ്മ്യൂണിറ്റി ഇടാൻ പറ്റും, നോക്കട്ടെ. അത് അടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അങ്ങനെ അടിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇതാന്ന് തോന്നുന്നു. ഇത് തന്നെ തെറ്റിപ്പോയി, വേറെ ചാനലൊക്കെ. ഇതാണ് കേട്ടോ എൻ്റെ ചാനൽ കേട്ടോ. ഇതങ്ങ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇത് എൻ്റെ ചാനലാണ്, സത്യമായിട്ട് ഇത് എൻ്റെ ചാനലാണ്. ഇത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാ. ഇതിനകത്ത് ഞാൻ ഇടാന്ന് വെച്ചിരിക്കുക. ഇതിനകത്ത് ഇപ്പം ഇതൊക്കെ ഞാൻ നേരത്തെ ഇട്ടോ. ഇതൊക്കെ നോക്കണ്ട, ഇതൊക്കെ അതിനകത്ത് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ എന്തുവാ? അയ്യോ വേണ്ട, ഇതിന് വേറെ കോപ്പിറൈറ്റ് അടിച്ചെന്നും പറഞ്ഞു. ഇതാണ് കേട്ടോ ചാനൽ, അല്ലാതാണ് ഈ വയലറ്റ് അല്ല, ഈ സാധനം കേട്ടോ. ഇത് വേറെ ആരുടെയും ചാനലാട്ടോ. വേണമെങ്കിൽ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനല്ലേ. നിങ്ങൾ എൻ്റെ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. 5 ചെയ്യോ? അയ്യോടെ എടാ, എന്നെക്കാളും നേരത്തെ ജോയിൻ ചെയ്ത്, എന്നിട്ട് കിട്ടിയത് ഇത്രയോ? അതങ്ങനെ നല്ല വ്യൂസ് ഒന്നും ഇല്ല, നല്ല വീഡിയോസ് ഒന്നും ഇല്ല. എന്നെക്കൊണ്ട് കൊള്ളാത്ത വ്യൂസ്. പക്ഷെ എനിക്ക് കൊള്ളത്തൊന്നുമില്ല കേട്ടോ, എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല. നിങ്ങൾ കാണുവാണെങ്കിൽ അല്ലാണ്ട് ഈ ചാനൽ കേട്ടോ, വേണ്ട ഈ ചാനൽ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാട്ടോ. പക്ഷെ ഇപ്പം നമ്മളെ വീഡിയോ അങ്ങ് നിർത്തുകയാണ് കേട്ടോ. നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് വൈകുന്നേരമായി, ഇതൊക്കെ ഇടുമ്പോൾ രാത്രിയാവണമെന്നൊരു ഡൗട്ട്. അപ്പം ബൈ.